Praise the Lord. Hallelujah. Thank God for His blessings. Another day the Lord has made. And we rejoice tonight and we're glad in it. Amen. I want to give God praise for everything that God is and everything that He has done. Thank God the way He has met us here in such a powerful way these last few days. I have been blessed and honored to be here. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ ഞാൻ ആദരിക്കപ്പെടുന്നവനും അനുഗ്രഹിക്കപ്പെടുന്നവനുമാണ്. I'm grateful to God for the ministry that He has given. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. And I want to thank you again for this wonderful opportunity to share here in Dubai. ഇവിടെ ദുബായിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I want to give honor to all of our leadership. നേതൃത്വ നിരയിൽ നിൽക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. To all of our pastors and my brothers who I mentioned. കൂട്ടു സഹോദരന്മാരായ ദൈവത്തിന്റെ ദാസന്മാരായ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. Pastor Joseph. കർത്താവദാസൻ ജോസഫ് അവറുകൾ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. Brother Lalu. പ്രിയ സഹോദരൻ ലാലു. Brother A.B. Thomas. പ്രിയ സഹോദരൻ A.B. തോമസ്. Brother C.A. Matthew. സഹോദരൻ C.A. മാത്യു. Thank you for your leadership. നിങ്ങൾ കൊടുക്കുന്ന നേതൃത്വത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നന്ദി പറയുന്നു. And thank all of you pastors, amen, for your presence. ഇവിടെ ഉള്ള എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. Thank you for your hospitality. നിങ്ങളുടെ ആതിഥ്യ മര്യാദകൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. അതിനെ നന്ദി പറയുന്നു. We have been treated so greatly and I thank you. ഇന്ന് രാത്രി നിങ്ങൾ ചെയ്ത എല്ലാറ്റിനും നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. Also blessed to be able to team with brother Bishop Cherian who's already gone. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ അവറുകൾ അദ്ദേഹത്തോടു കൂടെ ആയിരുന്നത് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ ദാസൻ കടന്നുപോയി. To my good friend Pastor Kobaris. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പാസ്റ്റർ കൊബാരിസ്. And evangelist Thomas. കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന തോമസ് അവറുകൾ. Thank you so much. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. To all of God's people we give God praise, amen, for each of you. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തുതി കരേറ്റുകയാണ്. Coming together to worship God in spirit and in truth. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തുവല്ലോ. How many of you have been blessed? ഇന്ന് രാത്രി അനുഗ്രഹീതരായ എത്ര പേർ ഇവിടെയുണ്ട്? Praise God. Amen. Hallelujah. Hallelujah. Amen. We covet your prayers as we continue to go on in ministry. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായി അപേക്ഷിക്കുന്നു. Have several meetings throughout this year. ഈ വർഷം ഇനിയും മുന്നോട്ട് അനേക യോഗങ്ങളിൽ ഞങ്ങൾക്ക് സംബന്ധിക്കേണ്ടതായിട്ടുണ്ട്. And we just are anticipating God doing great and wonderful things. വരുന്ന ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായ അനേക കാര്യങ്ങൾ നിവർത്തിക്കും എന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. If you would like to follow what our ministry is doing, ഞങ്ങളുടെ ശുശ്രൂഷയുടെ അനുഭവങ്ങളെ അറിയുവാൻ അല്ലെങ്കിൽ അതിനെ പിന്തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ you have access to the internet. നിങ്ങൾക്ക് ഇന്റർനെറ്റിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. You can locate us on the World Wide Web. വേൾഡ് വൈഡ് വെബ് എന്ന ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ഞങ്ങളെ സന്ദർശിക്കാവുന്നതാണ്. At www.leeministries.org. www.leeministries.org എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. Praise the Lord. Amen. If you have your Bibles tonight, ഇന്ന് രാത്രി വേദപുസ്തകം കരങ്ങളിലുള്ള എല്ലാവരും we want to look at another very familiar portion of scripture. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തേക്ക് ചിന്തകളെ തിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. The book of Genesis chapter 22. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. We're going to look at verses 1 through 14. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. Praise the Lord. ആ വേദഭാഗം ഇവിടെ വായിക്കുന്നു. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറവ് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ,
ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനെ അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം എനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. Praise the Lord. കർത്താവിന് മഹത്വം. I'd like to speak to you tonight ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം on the subject climbing my mountain. എന്റെ പർവ്വതത്തെ കയറുക എന്നുള്ള പ്രത്യേക വിഷയമാണ്. Turn to somebody and tell them I'm climbing my mountain. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്ക് പരസ്പരം പറയുവാൻ കഴിയട്ടെ, എന്റെ പർവ്വതത്തെ ഞാൻ കയറും. Hallelujah. Hallelujah. When I was growing up in the church, ദൈവത്തിന്റെ സഭയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം, those who had been in church for a long time അനേക നാളുകളായി ദൈവത്തിന്റെ സഭയിലായിരിക്കുന്ന ആളുകൾ were known to have certain sayings that were filled with divine truth. സഭയ്ക്കകത്ത് പലപ്പോഴും പറയപ്പെടുന്ന ചില പഴമൊഴികൾ അനേക ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. And one of those sayings അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക വിഷയം is that in this Christian journey, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ that we all have our valleys to cross നമുക്ക് അനേക താഴ്വരകളെ കടന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. and our mountains to climb. നമുക്ക് കയറുവാനുള്ള അനേക പർവ്വതങ്ങളെ നാം ക്രിസ്തീയ ജീവിതയാത്രയിൽ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. And although it might sound like a very simple statement, ഈ പ്രത്യേക പ്രസ്താവന പലപ്പോഴും ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നതാണ്. I've come to understand that it is a saying that is filled with divine truth. ഈ പ്രസ്താവനയ്ക്കകത്ത് ഇപ്പോഴും ദൈവികമായ സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് രാത്രിയും ഞാൻ വിശ്വസിക്കുന്നു. Because those who declare it understand ഈ പ്രസ്താവനയെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ that the Christian walk is more of a journey than an event. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവത്തെക്കാൾ ഉപരി ഒരു യാത്രയുടെ അനുഭവമാണ്. You see, the Christian walk, ക്രിസ്തീയ ജീവിതത്തെ നാം മനസ്സിലാക്കുമ്പോൾ it involves events and experiences അനേക സംഭവങ്ങളും അനുഭവങ്ങളും നിറഞ്ഞ പ്രത്യേക അവസ്ഥയാണ്. that can only be described by the use of places as well as nature's symbols. ഈ ലോകത്തിൽ നാം അതിനെ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിൽ നിന്നുള്ള അനേക ഉപമകളും ഉദാഹരണങ്ങളും ചേർത്ത് നാം പഠിക്കുമെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. That speak to us about the journey that we find ourselves in. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ക്രിസ്തീയ ജീവിത യാത്രയുടെ അനേക അനുഭവങ്ങളുണ്ട്. In this Christian walk, നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ we experience valleys which are dark, long, dreary and painful. നമ്മുടെ ജീവിതത്തിൽ വളരെ നീണ്ടതും വേദനാജനകമായതും അന്ധകാരത്താൽ നിറയപ്പെട്ടതുമായ അനേക താഴ്വരകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. We experience the wilderness in which there is dryness and drought. നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിയതും വരൾച്ച നിറഞ്ഞതുമായ ശൂന്യത നിറഞ്ഞതായ അനേക താഴ്വരകളെ നാം കടന്നു പോകേണ്ടതായി വരും. We deal with Egypt, which represents our places of bondage. നമ്മുടെ ജീവിതത്തിൽ ബന്ധനം നിറഞ്ഞതായ അനുഭവങ്ങളിലൂടെ പലപ്പോഴും നാം കടന്നു പോകേണ്ടി വരും. And of course there is Canaan, which represents the fulfillment of promise. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാൻ മുന്നേറേണ്ട താഴ്വരകളുടെ അനുഭവങ്ങളുണ്ട്. And then there are those times അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ in which we find ourselves confronted by
challenges that നമ്മുടെ ജീവിതത്തിൽ നാം അനേക പ്രതിബന്ധങ്ങളെ ഈ താഴ്വരകളിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. that can only be described as our mountains. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതയാത്രയിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയാണ് നമുക്ക് പർവ്വതങ്ങൾ എന്ന് വിളിക്കുവാൻ കഴിയുന്നത്. Mountains, those imposing high, lofty and seemingly unmovable obstacles. നമ്മുടെ ജീവിതയാത്രയിൽ തടസ്സങ്ങളായി ഉയർന്നു നിന്നുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്ന ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങൾ. Those mountains that seem to come and stand in our way from time to time. അങ്ങനെയുള്ള പർവ്വതങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് മുമ്പിൽ കടന്നു വന്ന് പ്രതിബന്ധങ്ങളായി നിൽക്കാറുണ്ട്. There are mountains of human struggle. അനേക മാനുഷികമായി നാം എതിരിടേണ്ടതായ പർവ്വതത്തിന്റെ അനുഭവങ്ങൾ. Mountains of family and marital difficulty. നമ്മുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലും ശാരീരികമായ രോഗപരമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ. Mountains of spiritual decline and decay. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന താഴ്ചയുടെയും നാശത്തിന്റേതുമായ പർവ്വത അനുഭവങ്ങൾ. Mountains of financial hardship. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ. And mountains that represent the impossible. അസാധ്യതകളെ വെളിപ്പെടുത്തുന്ന പർവ്വതത്തിന്റെ അനുഭവങ്ങൾ. Indeed, this life brings us all kinds of mountains. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഇത്തരത്തിലുള്ള അനവധി പർവ്വതങ്ങളെ പലപ്പോഴും നമുക്ക് താണ്ടേണ്ടതായി വരാറുണ്ട്. Now when we look in the Word of God, ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുകയാണ്. we understand that God has always done great things on top of mountains. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് പർവ്വതത്തിന്റെ മുകളിൽ ദൈവം പലപ്പോഴും വലിയ അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. After it had rained for 40 days and 40 nights and water covered the earth. 40 രാവും പകലും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയെ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞതായി വചനത്തിൽ നാം വായിക്കുന്നു. The Bible says that Noah's ark rested on top of a mountain. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് അതിനുശേഷമായി നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. Moses received the 10 commandments on a mountain. ദൈവത്തിങ്കൽ നിന്ന് മോശ 10 കൽപ്പനകളെ ഏറ്റുവാങ്ങിയത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. It was on a mountain that Moses prayed the prayer, Lord, show me thy glory. ദൈവമേ നിന്റെ തേജസ് എന്നെ കാണിക്കണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. And God passed by and allowed him to see his afterglow. തന്റെ മഹത്വം മോശയ്ക്ക് ദൈവം കടന്നുപോയി കാണിച്ചു കൊടുത്തത് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു. It was on a mountain that Elijah the prophet called down fire from heaven. ആകാശത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഏലിയാവ് അഗ്നി ഇറക്കിയത് ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു. It was on a mountain where Jesus overcame the temptation of the devil. യേശു ക്രിസ്തു പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചത് ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചായിരുന്നു. It was on a mountain that Jesus invited Peter and James and John one day. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു ദിവസം യേശു ക്ഷണിച്ചുകൊണ്ട് പോയത് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്കായിരുന്നു. He said, come up here, I want to show you something. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ മലമുകളിലേക്ക് വരിക, നിങ്ങളെ ഞാൻ ചിലത് കാണിക്കുവാൻ പോകുകയാണ്. And the Bible says that suddenly he was transfigured before them. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ശിഷ്യന്മാരുടെ മുമ്പാകെ യേശു തേജസ്സിൽ നിറയപ്പെടുവാനിടയായി തീർന്നു. And there appeared with him Moses and Elijah. മോശയോടുള്ള ബന്ധത്തിൽ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നാം അത്ഭുതങ്ങളെ കാണുന്നു. And Peter got excited and said, Lord, why don't we build 3 sanctuaries? പത്രോസ് ഇവിടെ ഏലിയാവിനെയും മോശയെയും കണ്ടതിനു ശേഷം പറയുകയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലത്. One for you and one for Moses and one for Elijah. ഞാൻ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. That we might remain up here. ഇവിടെ 3 മനുഷ്യർ പ്രത്യക്ഷപ്പെടുകയാണ്, 2 മനുഷ്യർ പ്രത്യക്ഷപ്പെടുകയാണ്. It happened on top of a mountain. ആ പർവ്വതത്തിന്റെ മുകളിലാണ് സ്വർഗ്ഗം താണിറങ്ങി വരുന്നത് നാം കാണുന്നത്. However, the mountain that I'm speaking to you about tonight, ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന പർവ്വതത്തിന്റെ അനുഭവം എന്തു തന്നെയായാലും, it is one of the most difficult mountains found in the pages of Scripture. ഒരുപക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ ഏടുകളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന പ്രയാസമേറിയ പർവ്വതത്തിന്റെ അനുഭവങ്ങളായിരിക്കാം. Because this mountain requires great sacrifice and offering. ഇങ്ങനെയുള്ള പർവ്വതത്തിന്റെ അനുഭവങ്ങളെ നാം തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ത്യാഗപരമായ സമർപ്പണം ആവശ്യമാണ്. It is called the mountain called Mount Moriah. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ അനുഭവത്തെ ഇന്ന് രാത്രി വചനത്തിലൂടെ നാം കാണുന്നത് മോറിയ എന്ന ആ പർവ്വതമാണ്. And there is nowhere in the pages of Scripture, ദൈവത്തിന്റെ വചനത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു കാര്യം, with the exception of the scene at Mount Calvary that
that show us all that is involved in such an offering. ഇത്രമാത്രം വലിയൊരു ത്യാഗത്തിന്റെ അനുഭവം വേദപുസ്തകത്തിന്റെ മറ്റ് ഒരു താളുകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. Then this story here of Abraham and Isaac. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും സംബന്ധിക്കുന്ന ഈ ത്യാഗത്തിന്റെ കഥ. As we stop here tonight, ഇന്ന് രാത്രി നാം ഈ വേദഭാഗം ഇവിടെ ചിന്തിക്കുമ്പോൾ we are standing on one of the great mountain peaks of the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്ന ആ പർവ്വതത്തിന്റെ മുകളിലെ അനുഭവം. The recording of Abraham and Isaac and God's confrontation. അബ്രഹാമും ഇസ്ഹാക്കും ദൈവവുമായി ഒരുമിച്ച് കൂടി വരുന്ന ആ പർവ്വത മുകളിലെ പ്രത്യേക അനുഭവം. This chapter brings us to the seventh and final appearance of God to Abraham. ഇവിടെ നാം കാണുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏഴാമതായും ഒടുവിലായും ദൈവം പ്രത്യക്ഷനാകുന്ന പ്രത്യേക അനുഭവമാണ്. Because after this there is nothing more that God can ask this man to do. ഈ സംഭവത്തിന് ശേഷമായിട്ട് അബ്രഹാമിനോട് ദൈവം അധികമായിട്ട് ഒന്നും സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. He says, Abraham, take now thy son. ഇവിടെ നാം കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നിന്റെ മകനെ എടുത്തുകൊണ്ട്. And notice that he says, thine only son. അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്റെ ഏകജാതനായ മകനെയും കൊണ്ട്. You know, when I read that, I got really blessed. ആ വേദഭാഗം വായിച്ചപ്പോൾ പ്രത്യേകമായി അനുഗ്രഹീതനായി തീർന്നു. Because if we know the truth about Abraham, അബ്രഹാമിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം ഗ്രഹിക്കുമ്പോൾ we do know that he physically had another son. നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, അക്ഷരികമായിട്ട് തനിക്ക് മറ്റൊരു മകന് ഉണ്ട്. We know how he and his wife tried to help God out concerning his promise. അവനോടുള്ള ദൈവിക വാഗ്ദത്തത്തിൽ അവന്റെ കുടുംബത്തോടുള്ള ദൈവിക വാഗ്ദത്തത്തിൽ ദൈവം അങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. And he had a son through the bondswoman, amen, Hagar. ആഗാറിൽ അവനൊരു മകൻ ജനിക്കുകയുണ്ടായി മുന്നമേ. But here shows us the mercy and the grace of Almighty God. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് അവനോടുണ്ടായിരുന്ന കരുണയും കൃപയുമാണ്. Because when he looks at Abraham, he chooses not to remember the bad decision that he made in the past. Hallelujah. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ മുന്നമേ എടുത്ത തെറ്റായ തീരുമാനത്തെക്കുറിച്ച് എന്നെന്നും ഓർത്തുകൊണ്ടിരിക്കാത്ത നിലയിൽ ദൈവം അവനോട് കരുണ കാണിച്ചു. Is anybody glad that God has that kind of mercy on us? ഇന്ന് രാത്രി ദൈവം ആ നിലയിൽ നമ്മോട് കാണിച്ച കരുണയെ ഓർക്കുവാൻ എത്ര പ്രിയപ്പെട്ടവർ ഈ ആലയത്തിലുണ്ട്. That when he looks upon us, he looks at us through the blood of Jesus Christ. Hallelujah. ഇന്ന് രാത്രി ദൈവം നമ്മെ നോക്കുമ്പോൾ തന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമാണ് അവൻ നമ്മെ കാണുന്നത്. And he looks at us as though we have never sinned. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയും നാം പാപം ചെയ്തിട്ടില്ലാത്തവരായിട്ടാണ് സ്വർഗ്ഗം ഇന്ന് രാത്രി നമ്മെ കാണുന്നത്. If you're glad about that, give God some praise in this രാത്രി അതിൽ house. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. 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 Amen. So he says, take now thy son, thine only son Isaac, whom you love. അബ്രഹാമിനോട് ദൈവം പറയുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെയും കൂട്ടിക്കൊണ്ട് നീ മോറിയ മലയിലേക്ക് പോവുക. And take him to Moriah. മോറിയ മലയിലേക്ക് നടന്നു പോവുക. And offer him there for a burnt offering. അവിടെ നീ അവനെ എനിക്ക് ഹോമയാഗം കഴിക്കുക. So he must take the son that he loved. അവൻ സ്നേഹിക്കുന്ന അവന്റെ ഏകജാതനായ മകനെ. He must take the promised child. അവൻ വാഗ്ദത്ത മകനെ ഇവിടെ കൂടെ എടുക്കുകയാണ്. The one that he had waited on for all of these years. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം അവൻ ജീവിതത്തിൽ കാത്തിരുന്നത്. His laughter. അവന്റെ ജീവിതത്തിന്റെ ചിരിയുടെ അനുഭവമായി മാറിയ joy. മകൻ. His joy. അവന്റെ ജീവിതത്തിന്റെ സന്തോഷമായ മകൻ. He must take him to Mount Moriah and offer him for a burnt offering. ആ മകനെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോമയാഗം കഴിക്കേണ്ടതിന് അബ്രഹാം മോറിയ മലയിലേക്ക് യാത്രയാവുകയാണ്. Can you imagine how Abraham must have felt? അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ ആ അനുഭവവും വേദനയും എന്തെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? After all, this child was everything to him. അവന്റെ ജീവിതത്തിൽ എല്ലാറ്റിനും എല്ലാമായിരുന്ന ഏക മകൻ. But yet he loved his God so much. എങ്കിലും തന്റെ മകനേക്കാൾ അധികമായി അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. That when God told him to do it, അവനോട് ദൈവം ചെയ്യുവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ that he was willing to lift his hands and say, yes, Lord. അവൻ തന്റെ കരങ്ങളെ ഉയർത്തി അതേ കർത്താവേ എന്ന് പറയുവാൻ സന്മനസ്സുള്ളവനായിരുന്നു. I'll be obedient to your voice. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോട് എത്രമാത്രം അബ്രഹാമിനെ പോലെ നാം അനുസരണമുള്ളവരാണ്. Can I tell you tonight? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. That if God can find somebody with a yes in their spirit. ഇന്ന് രാത്രി അന്തരാത്മാവിൽ ദൈവത്തോട് അതേ കർത്താവേ എന്ന് പറയുന്നവരെ ദൈവം ഇവിടെ നോക്കുകയാണ്. God will open up the windows of heaven. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകളെ ദൈവം തുറക്കുവാൻ പോകുകയാണ്. And pour out blessings
blessings upon them that there will not be room enough to receive. Hallelujah. അനുഗ്രഹത്തിന്റെ കലവറയിൽ നിന്ന് അളവ് കൂടാതെ മതിവരാത്ത ഇടത്തോളം പകരുവാൻ ഇന്ന് രാത്രി ദൈവം ഒരുക്കമുള്ളവനാണ്. So therefore, with a willing and obedient spirit, ഇന്ന് രാത്രി സമർപ്പണമുള്ള അനുസരണത്തിന്റെ ആത്മാവോടുകൂടെ Abraham would saddle his ass along with his servants. അബ്രഹാം തന്റെ മകനോടും തന്റെ ദാസന്മാരോടും ചേർന്ന് മോറിയയിലേക്ക് യാത്രയാകുന്നത് നാം To കാണുന്നു. meet God at Mount Moriah. അവർ മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുന്നു. I want to share with you tonight ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് 3 aspects of this journey. ഈ യാത്രയിലെ 3 പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ്. When God calls us to climb our mountains, നമ്മുടെ ജീവിതത്തിന്റെ പർവ്വതങ്ങളെ കയറുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ we want to talk about the sight. നാം കാഴ്ചപ്പാടിനെ കുറിച്ച് Then സംസാരിക്കണം. we'll talk about the separation. നാം വേർപാടിനെ കുറിച്ച് സംസാരിക്കണം. And then we'll talk about the supply. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് നാം സംസാരിക്കണം. First of all, the sight. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. Understand something. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ നാം ഗ്രഹിക്കണം. That everything that we are going to be in God, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ will be based upon this thing that we talked about the other night. നാം ഇന്ന് രാത്രി സംസാരിക്കുന്ന കേൾക്കുവാൻ പോകുന്ന വിഷയത്തിന്റെ വെളിച്ചത്തിലായിരിക്കും സംഭവിക്കുന്നത്. This thing called vision. ഈ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ദർശനം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. You see, before anything is received in God, നാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നതിന് മുമ്പായി a person must have spiritual perception ഏതൊരു വ്യക്തിക്കും ആവശ്യമായിരിക്കുന്നത് ആത്മീകമായ ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ്. to be able to see that thing before it is actually received. ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്നതിന് മുമ്പായി വിശ്വാസത്തോടെ അതിനെ കാണുവാനുള്ള കാഴ്ചപ്പാടും ദർശനവും ഒരു ദൈവത്തിന്റെ പൈതലിന് അത്യന്താപേക്ഷിതമാണ്. You see, before this building was here, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാപിക്കുന്നതിന് മുമ്പേ വിശ്വസിക്കുന്ന അനുഭവമാണ്. before any cement was laid, before any cement or brick was laid, brick, cement. This building was built here. ഇവിടെ ഈ ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പായിട്ട് Somebody had to get a vision of seeing a building here. ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ദർശനവും ചിലരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. And that is the truth in the spiritual realm. അത് ഒരു ആത്മീക സത്യമായി ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. Before anything is received, ഏതൊരു കാര്യവും നാം പ്രാപിക്കുന്നതിന് മുമ്പ് we must first get a vision of it. നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാകണം. That's why the Bible says in Proverbs 29, അതുകൊണ്ടാണ് നാം പ്രൊവേർബ്സ് സദൃശവാക്യങ്ങൾ 29 അധ്യായത്തിൽ വായിക്കുന്നത്. that where there is no vision, ദർശനമില്ലാത്ത ഇടത്ത് the people will perish. ജനം നശിക്കുന്നു അല്ലെങ്കിൽ മര്യാദ കെട്ട് നടക്കുന്നു. You see, the reason why many of us have not been blessed, നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ പലരും അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ കാരണം ഇന്ന് രാത്രി നാം അറിയണം. because we've not seen ourselves being blessed. കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നമേ കാണുവാനുള്ള കാഴ്ചപ്പാട് നാം പ്രാപിച്ചിട്ടില്ല The എന്നുള്ളതാണ്. reason why many of us cannot do any better, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ പലർക്കും വിടുവിക്കപ്പെടുവാൻ കഴിയാത്തതിന്റെ കാരണം because we've not seen ourselves doing any better. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിടുവിക്കപ്പെട്ടവരായി മുന്നമേ കാഴ്ചപ്പാട് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. But before we receive it, hallelujah, നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് മുമ്പായി we must first be able to see it. നാം ഒരു കാഴ്ചപ്പാട് മുന്നമേ പ്രാപിക്കണം. If you're going to have a better marriage, നമ്മുടെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ഉണ്ടാകുവാൻ പോകുന്നുവെങ്കിൽ you got to see yourself in a better marriage. അങ്ങനെയുള്ള ഒരു നല്ല കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആദ്യം നാം പ്രാപിക്കണം. If you're going to be promoted on your job, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ പ്രമോഷനുകൾ ലഭിക്കണമെങ്കിൽ you have to operate in excellence and see yourselves getting നിങ്ങളുടെ promoted. ജീവിതത്തിൽ അങ്ങനെ പ്രാപിക്കുവാൻ പോകുന്ന അനുഭവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മുന്നമേ നിങ്ങൾ പ്രാപിക്കണം. If you're going to be used of God, ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ you ആഗ്രഹിക്കുന്നുവെങ്കിൽ got to see yourself being used of അങ്ങനെയുള്ള God. അവസ്ഥയിൽ ഉപയോഗിക്കപ്പെടുന്നത് മുന്നമേ വിശ്വാസത്താൽ നാം കാണുവാനിടയായി If തീരണം. you're going to be anointed by God, ദൈവത്താൽ നിങ്ങൾ അഭിഷക്തരാകുവാൻ you പോകുന്നുവെങ്കിൽ got to see yourself being anointed by അതിനെക്കുറിച്ച് മുന്നമേ God. നിങ്ങൾ കാഴ്ചപ്പാട് പ്രാപിക്കണം. If you're going to have a better ministry, നിങ്ങൾക്കൊരു ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഉണ്ടാകുവാൻ you പോകുന്നുവെങ്കിൽ have to see yourself in a better നിങ്ങൾ ministry. അങ്ങനെയുള്ള ശുശ്രൂഷയുടെ അനുഭവത്തെ കുറിച്ച് മുന്നമേ കാഴ്ചപ്പാട് പ്രാപിക്കണം. Because before it is received, നിങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് it must be seen. അത് Hallelujah. നിങ്ങളുടെ അകത്ത് കാഴ്ചപ്പാടായി നിങ്ങൾ പ്രാപിക്കണം. And I don't know who I'm talking to in this house right now. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But somebody has a vision. എന്നാൽ Hallelujah. ഇന്ന് രാത്രി ഇവിടെ ദർശനമുള്ള ചില ജീവിതങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നു. And God placed it in your spirit. ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. And the enemy has been trying to block you from seeing it. അനേക Hallelujah. നാളുകളായി ശത്രു നിങ്ങളെ തടഞ്ഞു നിർത്തുവാൻ പരിശ്രമിക്കുകയാണ്. I come by to tell you that God tonight wants to renew your vision. എന്നാൽ ഇന്ന് Hallelujah. രാത്രി നിങ്ങളുടെ ദർശനത്തെ പുതുക്കി മുന്നോട്ട് നയിക്കുവാൻ ദൈവം He ആഗ്രഹിക്കുകയാണ്. wants you to look up. Hallelujah. And have your vision renewed. ഇന്ന് രാത്രി ഉയരങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തി നിങ്ങളുടെ ദർശനത്തെ പുതുക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. You see some of us here right now, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ചിലർ because your vision has not happened yet. നിങ്ങളുടെ ദർശനം ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് The devil is trying to tell you that it is not going to happen. ശത്രു പലപ്പോഴും നിങ്ങളോട് പറയുന്നത് അത് ഒരിക്കലും സംഭവിക്കയില്ല എന്നാണ്. But I come by to tell you tonight, the devil is a liar. എന്നാൽ Hallelujah. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, പിശാച് ഭോഷ്ക് പറയുന്നവനാണ്. If God gave you the vision, ദൈവം നിങ്ങൾക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ He is faithful and He's able to bring it to pass. അവൻ അത് പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനും ശക്തനുമായ ദൈവമാണ്. Somebody shout hallelujah. ദൈവത്തെ ദൈവജനം സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. So the Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, that it came to pass after these things ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ നടന്നത്, that God did tempt Abraham അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. and said unto him, Abraham, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. and he said, behold, here I am. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അവൻ ഇതാ ഞാനെന്ന് ദൈവത്തോട് He പറഞ്ഞു. said, take now thy son, നീ നിന്റെ മകനെയും കൊണ്ട് thy only son Isaac, whom thou lovest, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ and ഇസ്ഹാക്കിനെയും കൊണ്ട് get thee into the land of Moriah. മോറിയ മലയിലേക്ക് കടന്നു ചെന്ന്, And notice what he says. ഇവിടെ ദൈവം പറഞ്ഞ കാര്യം നാം ശ്രദ്ധിക്കണം. He says, and offer him there upon one of the mountains which I will tell thee of. ഞാൻ നിന്നോട് പറയുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കണം. Here God demonstrates to us ഇവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് how He often operates when it comes to this thing called sight or vision. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ ദർശനമായി ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. Because what God does to Abraham is what He often does to us when He gives us a vision. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്നത്, ദർശനം നമുക്ക് നൽകുന്നതിലൂടെ. He says, Abraham, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, I want you to take your son നീ നിന്റെ മകനെ എടുത്തുകൊണ്ട് and go to one of the mountains which I will tell thee of. ഞാൻ നിന്നോട് പറയുന്ന ആ ഒരു മലയിലേക്ക് നീ കടന്നു പോകണം. What God does to Abraham അബ്രഹാമിനോട് ദൈവം ചെയ്യുന്നത് എന്താണ്? is He gives Abraham a directive ദൈവം അബ്രഹാമിന് ഒരു പ്രത്യേക വഴിത്താര കാണിച്ചു കൊടുക്കുകയാണ്. that was basic but not precise. എന്നാൽ അവന്റെ ജീവിതത്തിൽ അത് അടിസ്ഥാനപരമായി ഉറപ്പുള്ള കാര്യമാണ്, എന്നാൽ വ്യക്തത ലഭിക്കാത്ത കാര്യമാണ്. You see, what you got to understand ഇവിടെ നമ്മൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. is Moriah was not just one mountain. അവിടെയുള്ള ഏക പർവ്വതമായിരുന്നില്ല മോറിയ മല. It was like a group of mountains. അനേക പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ ആ ഭാഗത്തുണ്ട്. In the United States we have the Appalachian Mountains അമേരിക്കയിൽ ഞങ്ങൾക്ക് അനേക മലകൾ നിറഞ്ഞ പർവ്വത നിരകളുണ്ട്, or the Rocky Mountains. അങ്ങനെയുള്ള അനേക പർവ്വത നിരകളുണ്ട്. But they're not just one mountain. ഒരു പർവ്വതം മാത്രമല്ല, They are a large group of mountains. അനേക മലകൾ നിറഞ്ഞ പർവ്വത നിരകളാണ്. So what God tells Abraham to ഇവിടെ do അബ്രഹാമിനോട് ദൈവം പറയുന്നത്, is to take what He has given him അവന് ദൈവം കൊടുത്തതിനെയും എടുത്തുകൊണ്ട് and to step out in faith, വിശ്വാസത്തിന്റെ ചുവടുകളെ മുന്നോട്ട് വെച്ച്, believing that as he went on the journey, അവൻ അവന്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ that God would unfold the rest of the story. വരും പോകുന്ന സംഭവങ്ങളെ പിന്നത്തേതിൽ ദൈവം അവനെ ചുരുളടിച്ചു കൊടുക്കുമെന്നാണ് ദൈവം അവനോട് അരുളി ചെയ്യുന്നത്. It would be like God saying to me, ദൈവം എന്നോട് പറയുന്നത് പോലെ ഞാൻ വിചാരിക്കുന്നു. as I'm sitting in America, ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. say, son, I want you to go to the Middle East. നീ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു പോവുക. And I say, okay, God, what part do you want me to go to? ഞാൻ ദൈവത്തോട് പറയും, മറുപടിയായി പറയും, ഏത് ഭാഗത്തേക്കാണ് ഞാൻ പോകേണ്ടത്? Do you want me to go to India? ഞാൻ ഇന്ത്യയിലേക്ക് പോകണമോ? Do you want me to go to Dubai? ദുബായിലേക്ക് പോകണമോ? Do you want me to go to Oman? ഒമാനിലേക്ക് പോകണമോ? Do you want me to go to Bahrain?
ബഹറിലേക്ക് പോകണമോ? And God will say, okay, what I want you to do ദൈവം എന്നോട് മറുപടി പറയും, നീ ഒരു കാര്യം ചെയ്യണം. is just drive to the airport, നീ എയർപോർട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ get on the plane, പ്ലെയിനിലേക്ക് കയറുക, and just start heading in the direction. ഞാൻ കാണിച്ച വഴിയിലേക്ക് യാത്ര ചെയ്യുക. And as you go, നീ മുന്നോട്ട് പോകുമ്പോൾ I'll reveal to you exactly where I want you to go. നീ എവിടെ പോകണമെന്ന് അപ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരും. And that's how God will do when he gives you a ഈ vision. നിലയിലുള്ള ഒരു ദർശനത്തിന്റെ അനുഭവത്തിലാണ് ദൈവം നിങ്ങളെ മുന്നോട്ട് He'll നടത്തുന്നത്. say, I'm going to give you the vision, ദൈവം പറയുന്നത് ഞാൻ നിനക്ക് ദർശനം but തരും, I'm not going to give you all the details. എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് നൽകുകയില്ല. He'll give you a ministry, നിങ്ങൾക്കൊരു ശുശ്രൂഷ ഞാൻ തരും, and you'll not know who's going to work with you. എന്നാൽ നിങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നത് ആരെന്ന് മുന്നമേ ദൈവം പറയുകയില്ല. He'll give you a business, ദൈവം നിങ്ങൾക്കൊരു വ്യവസായ സംരംഭം തരും, and you'll not know where all the finances coming എന്നാൽ from. അതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ എല്ലാം എങ്ങനെയെന്ന് ദൈവം നിങ്ങളോട് പറയുകയില്ല. He'll give you a program and a project, ദൈവം നിങ്ങൾക്കൊരു പദ്ധതി നൽകി തരും, but you won't know all the details. എന്നാൽ Hallelujah. അതിന്റെ വിശദ വിവരങ്ങളെ ദൈവം മുന്നമേ നമ്മോട് പറയുകയില്ല. But he says, I want you to have enough faith in who I am. ദൈവം നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം ആരെന്ന് അറിയുവാനുള്ള വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണമെന്നുള്ളതാണ്. That as you begin to step out in the journey, നാം നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തോടെ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ I'm going to fill in the rest of the details. തുടർന്നുള്ള കാര്യങ്ങളെ ദൈവം നമ്മെ അറിയിക്കും. I'm going to open the doors that need to be open. ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകളെ തുറന്നു തരും. And I'm going to shut the doors that need to be shut. അടയ്ക്കപ്പെടേണ്ട വാതിലുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടയ്ക്കും. I'm going to connect you with the people that you need to be connected with. നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ആളുകളെ നീക്കേണ്ട സ്ഥാനത്ത് ഞാൻ നീക്കിക്കളയും. I'm going to provide the finances that you നിങ്ങളുടെ need. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ കരുതുവാനിടയായി. But you got to have enough faith to start the journey. എന്നാൽ യാത്രയിൽ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുവാനുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. I come out and talk to somebody tonight. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ സംസാരിക്കുകയാണ്. Because God gave you a vision, ദൈവം നിങ്ങൾക്ക് ഒരു ദർശനം തന്നിട്ടുണ്ട്. but you haven't moved because you're waiting for all the details. നിങ്ങൾ അതിന്റെ വിശദ വിവരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ വിശ്വാസത്തിന്റെ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുക. I've come out to tell you, start your journey. നിങ്ങളുടെ Hallelujah. യാത്രയുടെ ചുവടുകളെ ഇന്ന് രാത്രി വയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ And God is going to fill in the details. Hallelujah. ദൈവം തുടർന്ന് വിശദ വിവരങ്ങൾ നമ്മോട് സംസാരിക്കുന്ന You got to ദൈവമാണ്. have enough faith to trust in your God that he is faithful. Hallelujah. ദൈവത്തിങ്കലുള്ള വിശ്വാസവും ആശ്രയവും അവൻ വിശ്വസ്തനെന്ന ചിന്തയും നമ്മുടെ അകത്തു നിറയണം. Somebody give God a praise in this രാത്രി place right now. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. And that's what Abraham did. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ ചെയ്തത് He ഇതാണ്. began his journey അവൻ അവന്റെ യാത്ര തുടങ്ങി. without knowing exactly what mountain that he was to meet God at. ഏത് പർവ്വതത്തിലാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത് എന്ന് അറിയാതെ അവൻ യാത്ര And തുടങ്ങി. after 3 days 3 ദിവസം കഴിഞ്ഞപ്പോൾ of traveling, യാത്രയുടെ 3 the ദിവസമായ Bible says that Abraham looked up. Hallelujah. വേദപുസ്തകം പറയുന്നു അബ്രഹാം തലപൊക്കി നോക്കി, And he saw the place. അവൻ ആ സ്ഥലം കണ്ടു. Glory to God. Turn to somebody and tell them, look up, look up, ഇന്ന് look രാത്രി up. അടുത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയുക, Oh, look up. തല ഉയർത്തി Hallelujah. നോക്കുക, Glory തല to ഉയർത്തി God. നോക്കുക, Hallelujah. തല ഉയർത്തി നോക്കുക. Look up. ഇന്ന് രാത്രി Oh, my തല ഉയർത്തി God. നോക്കുക. As a matter of fact, that's why the devil's been trying to fill some of us with depression and discouragement. അനേക നാളുകളായി നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരാശപ്പെടുത്തുവാൻ നമ്മെ ദുഃഖിപ്പിക്കുവാൻ പിശാച് പരിശ്രമിക്കുന്നത് ഈ നിലയിലാണ്. He's trying to get you to hold your head down. നമ്മുടെ തലകളെ എല്ലായ്പ്പോഴും താഴ്ത്തിയിരിക്കുവാൻ പിശാച് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Because he knows that if you look up, hallelujah, കാരണം എന്തെന്ന് ചോദിച്ചാൽ പിശാചിന് ഒരു കാര്യം അറിയാം, നാം നമ്മുടെ തലകളെ ഉയർത്തുമ്പോൾ God is going to renew your sight. നമ്മുടെ കാഴ്ചപ്പാടിന് ദൈവം ഒരു പുതുക്കം തരുവാൻ പോകുകയാണ്. He's going to renew your vision. ഇന്ന് രാത്രി നമ്മുടെ ദർശനത്തെ തല ഉയർത്തുന്നതിലൂടെ ദൈവം പുതുക്കുവാൻ പോകുകയാണ്. I've come out to tell somebody tonight, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, shake off the spirit of heaviness നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരമുള്ള ആത്മാവിന്റെ അവസ്ഥയെ വെടിയുക. and look up. Hallelujah. ഇന്ന് രാത്രി തലകളെ ഉയർത്തുക. Look up and see the place. തല ഉയർത്തി സ്ഥലത്തെ ഇന്ന് രാത്രി നീ കാണുക. The psalmist said, I will lift up mine eyes to the hills, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുന്നു. from which cometh my help. എന്റെ സഹായം എവിടെ നിന്ന് വരും? My help cometh from the Lord. Hallelujah. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ Who made the heavens and the earth.
യഹോവയിങ്കൽ നിന്ന് വരുന്നു. Look up, hallelujah. രാത്രി തല ഉയർത്തുക. Look up, glory to തല God. ഉയർത്തുക. Oh, Jesus said in the last days, യേശു തന്നെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പറഞ്ഞു. you're going to hear about earthquakes. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. You're going to hear about wars and rumors of wars. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. He said, when you hear about these things, he ഇങ്ങനെയുള്ള ഭൂകമ്പം സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ said, I don't want you to get your head down. അങ്ങനെയുള്ള സംഭവങ്ങളുടെ മുമ്പിൽ തല I താഴ്ത്തിയിരിക്കുവാനല്ല. don't want you to get discouraged. നിങ്ങൾ നിരാശപ്പെടുവാനല്ല. But he said, look up, hallelujah. കർത്താവ് പറഞ്ഞത് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് തലകളെ ഉയർത്തുവാനാണ്. Your redemption draweth nigh, glory to വീണ്ടെടുപ്പ് God. അടുത്തതുകൊണ്ട് തലകളെ ഉയർത്തുവാൻ കർത്താവ് പറഞ്ഞു. Look up, ഇന്ന് hallelujah. രാത്രി തലകളെ നമുക്ക് Look ഉയർത്താം. up and live, glory to തല God. ഉയർത്തി ഇന്ന് രാത്രി നമുക്ക് കാണാം. Stop letting the devil fill you with depression. Look up. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു നിരാശ കൊണ്ടുവരുമ്പോൾ തലകളെ ഉയർത്തുക. Pastors, I know it's difficult, but look up, ദൈവത്തിന്റെ hallelujah. ദാസന്മാരെ പ്രയാസമെന്ന് എനിക്കറിയാം, എങ്കിലും തല ഉയർത്തുക. I know you're walking through the storm, but look up, hallelujah. കൊടുങ്കാറ്റിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ, എന്നാൽ ഇന്ന് രാത്രി തല ഉയർത്തുക. He is the lifter of your head, ഇന്ന് glory to രാത്രി അവൻ God. നിങ്ങളുടെ തല ഉയർത്തുന്ന ദൈവമാണ്. And he wants to restore your vision. ഇന്ന് രാത്രി നിങ്ങളുടെ ദർശനത്തെ അവൻ അവസാനപ്പെടുത്തുന്ന ദൈവമാണ്. Somebody give him praise right now, ഇന്ന് രാത്രി ഞാൻ hallelujah. ദൈവത്തെ സ്തുതിക്കട്ടെ. It is also a message that calls for separation. അതോടൊപ്പം തന്നെ നാം ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഐക്യതയ്ക്കുള്ള വിളിയെപ്പോലെ അതിപ്രാധാന്യതയുള്ളതാണ് വേർപാടിന് വേണ്ടിയുള്ള ആഹ്വാനം എന്ന് പറയുന്നത്. St. Matthew chapter 10. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ Jesus said, don't you think that I've come to send peace? യേശു ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ സമാധാനം വരുത്തുവാൻ കടന്നു വന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? He said, I haven't come with peace, but I've come with the sword. ഞാൻ സമാധാനം വരുത്തുവാനല്ല, വാളത്രേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. I've come to set a man at variance against his father. ഒരു മനുഷ്യനെ തന്റെ പിതാവിനോട് എതിർപ്പിക്കേണ്ടതിനു വേണ്ടി, And a daughter against her mother. ഒരു മകളെ അമ്മയോട്, And a daughter-in-law against her mother-in-law. മരുമകളെ അമ്മായി അമ്മയോട്. And a man's enemies shall be they of his own household. തമ്മിൽ എതിർക്കുകയും അതുപോലെ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. This is a message of separation. ഇത് വേർപാടിനെ സംബന്ധിക്കുന്ന ഒരു സന്ദേശമാണ്. In 2 Corinthians chapter 6, 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ he said, be not unequally yoked with unbelievers. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്. For what fellowship have light with darkness? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? And then later on he said, come out from among them. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേറിട്ടിരിപ്പാനാണ്. And be ye separate, saith the Lord. അവരുടെ ഇടയിൽ നിന്ന് വേറിട്ടിരിപ്പീനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. God calls us to be separate. നമ്മുടെ Hallelujah. ജീവിതത്തിൽ വേർപാടിന്റെ അനുഭവം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. He said, I've come to separate light from darkness. ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് വെളിച്ചത്തെയും ഇരുളിനെയും വേർപിരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു എന്നാണ്. Sheep from goat. ആടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുവാൻ. The lost from the found. നഷ്ടപ്പെട്ടവരെയും കണ്ടെത്തിയവരെയും തമ്മിൽ വേർതിരിക്കുവാൻ. The saved from the unsaved. രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും തമ്മിൽ. The curse from the blessed. ശപിക്കപ്പെട്ടവരെയും അനുഗ്രഹിക്കപ്പെട്ടവരെയും തമ്മിൽ. Indeed, this is a message that calls for separation. ഈ സന്ദേശങ്ങളെല്ലാം വേർപാടിനു വേണ്ടിയുള്ള ശക്തമായ ആഹ്വാനങ്ങളാണ്. As a matter of fact, this body of believers right now, ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്ന ദൈവത്തിന്റെ മക്കൾ, we are what they call a holiness movement. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശുദ്ധിയുടെ ശൂന്യത നാം അനുഭവിക്കുന്നുണ്ട്. And the word holiness simply means to be separated unto God. Hallelujah. വിശുദ്ധി എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കുക എന്നുള്ളതാണ്. I wonder if anybody is separated tonight. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ ഈ ആലയത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. Hallelujah. Turn to somebody and tell them I'm separated. അടുത്തിരിക്കുന്ന ആളിനെ നോക്കി പറയുമോ, ഞാൻ വേർപാട് അനുഷ്ഠിക്കുന്നവനാണ്, I'm separated. ഞാൻ വേർപെട്ടവനാണ്. Hallelujah. I'm not arrogant, I'm just separated.
നിങ്ങൾ വേർപെട്ടവരാണ് എന്നുള്ള വിഷയത്തിൽ അഭിമാനമുള്ളവനാണ്. I don't think I'm too good for anybody. I'm just separated. ഞാൻ വളരെ നല്ലവനാണെന്ന് അഭിമാനിക്കുന്നില്ല, എന്നാൽ ഞാൻ വേർപെട്ടവനാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. There are some places that I cannot go. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു പോകുവാൻ കഴിയാത്ത ചില വഴികളുണ്ട്. There are some things that I cannot do. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. Because I've been separated for the sole purpose of serving my God. Hallelujah. ചോദിച്ചാൽ വിശുദ്ധനായ ഒരു ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് ഞാൻ. Do I have any holiness people in the house right now? ദൈവത്തിന്റെ ആലയത്തിനകത്ത് വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ടല്ലോ. Who has decided that they're separated for the purpose and the use of Almighty God? സർവശക്തനായ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഞാൻ വേർതിരിക്കപ്പെട്ടിരിക്കുമ്പോൾ. And one more time, turn to your neighbor and tell him I'm separated. ഒരിക്കൽ കൂടെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനോട് തിരിഞ്ഞു പറയുക, ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്. Hallelujah. Hallelujah. And let me tell you something. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. If we're going to climb this mountain called Moriah, മോറിയ എന്ന പർവ്വതം നിങ്ങൾ കയറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, there will come a time നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം കടന്നു വരും. we'll have to reach a point in our journey നമ്മുടെ ജീവിതയാത്രയിൽ നാം എത്തിച്ചേരുന്ന ഒരു പ്രത്യേക സമയം that we must engage in separation. നമ്മുടെ ജീവിതത്തിൽ നാം ചില വേർപാടുകളെ അനുഷ്ഠിക്കേണ്ടതായ സമയം. Abraham has now traveled for 3 days. അബ്രഹാം ഇപ്പോൾ 3 ദിവസത്തെ യാത്ര ചെയ്തു. He looks up and he sees the place. അവൻ തല ഉയർത്തി അവൻ ആ സ്ഥലത്തെ കണ്ടു. He now understands where he must go. അവന് ഇപ്പോൾ മനസ്സിലായി എവിടേക്കാണ് താൻ കടന്നു പോകേണ്ടതെന്ന്. And what he must do. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയാം. Abraham is traveling. അബ്രഹാം യാത്ര ചെയ്യുകയാണ്. With servants. തന്നോടുകൂടെ ദാസന്മാരുണ്ട്. And his sons. അവന്റെ മകനുണ്ട്. And a donkey. ഒരു കഴുതയുമുണ്ട്. So he gets to a certain point in his journey. അവന്റെ ജീവിതയാത്രയിൽ അവൻ ഒരു സാഹചര്യത്തിൽ വന്നു. Where he realizes അവിടെ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. that not everyone can go with him the rest of the way. ആ മലയുടെ മുകളിലേക്ക് എല്ലാവർക്കും അവനോടുകൂടെ കടന്നു വരുവാൻ കഴിയുകയില്ലെന്ന്. Amen. So the Bible says വേദപുസ്തകം പറയുന്നു that he turns to his servants തന്റെ ദാസന്മാർക്ക് നേരെ അവൻ തിരിഞ്ഞു. and says, abide here with the donkeys. അവരോട് അവൻ പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ. And I and the lad are going yonder to worship. ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. Listen. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. If you're going to climb your mountain നിങ്ങളുടെ പർവ്വതം കയറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, and see your vision come to pass, നിങ്ങളുടെ ദർശനത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, you have to realize that not everyone can go the entire journey with you. നിങ്ങൾക്കൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതയാത്രയുടെ അന്ത്യം വരെയും എല്ലാവർക്കും നിങ്ങളോടുകൂടെ കടന്നു വരുവാൻ കഴിയുകയില്ല. There are some people ചില ആളുകൾ who you're going to have to say to them, നിങ്ങൾ അങ്ങനെയുള്ളവരോട് പറയേണ്ടതായിട്ടുണ്ട്, I'm sorry, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, but you cannot go the rest of this journey. എന്റെ ഈ ക്രിസ്തീയ ജീവിതയാത്രയുടെ തുടർന്നുള്ള ചുവടുകളിൽ എന്റെ കൂടെ വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. You're going to have to separate right now നിങ്ങൾക്ക് ഇപ്പോൾ എന്നിൽ നിന്ന് ഒരു വേർപാടുണ്ടായേ മതിയാകുകയുള്ളൂ. and stay behind with the donkeys. നിങ്ങൾ കഴുതയുമായിട്ട് പുറകിലിരിക്കണം. Amen. You see, not everybody can walk the full walk with you. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മോട് കൂടെയുള്ള ക്രിസ്തീയ ജീവിതയാത്രയിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും നമ്മോട് ചേർന്ന് നടക്കുവാൻ കഴിയുകയില്ല. Because there are some people that will never understand the fullness of the vision that God has given കാരണം you. എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദർശനത്തിന്റെ അർത്ഥവും പൂർണ്ണതയും ഗ്രഹിക്കുവാൻ എല്ലാവർക്കും കഴിയുകയില്ല. And one of the problems that we have now ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, is that many of us are trying to bring people with us that need to stay behind with the donkeys. നമ്മുടെ ജീവിതയാത്രയിൽ നാം പുറകിൽ ഉപേക്ഷിച്ച് കളയേണ്ട അനേക ആളുകളെയും കഴുതകളെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് രാത്രിയും ക്രിസ്തീയ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. They have the mentality of a donkey. ഒരു കഴുതയുടെ മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ, they want to live like a donkey. ഒരു കഴുതയുടെ മനോഭാവത്തോടു കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, and think like a donkey. ഒരു കഴുതയെ പോലെ ചിന്തിക്കുന്ന ആളുകൾ, but understand that donkey
cannot worship God. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, കഴുതയുടെ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. And people with that mentality can't worship God. കഴുതയുടെ മനോഭാവമുള്ളവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. So instead of trying to drag them to Moriah, മോറിയ പർവ്വതത്തിന്റെ അനുഭവത്തിലേക്ക് നാം നടന്നു കയറുമ്പോൾ leave them behind with the donkeys. Hallelujah. കഴുതയെ നാം പിറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണം. Stop trying to drag gossipers to Mount Moriah with you. നിങ്ങളോടുകൂടെ പിറുപിറുക്കുന്ന ആളുകൾ, നുണ പറയുന്ന ആളുകൾ ഒരുപക്ഷേ മോറിയയിലേക്ക് വരുവാൻ ആഗ്രഹിക്കും. Stop trying to drag people that do not have your vision, നിങ്ങളുടെ ദർശനം പ്രാപിക്കാത്ത ആളുകൾ നിങ്ങളോടുകൂടെ വരുവാൻ ആഗ്രഹിക്കും. that do not have your heart. Hallelujah. നിങ്ങൾക്കുള്ള ഹൃദയത്തിന്റെ അനുഭവം ഇല്ലാത്ത ആളുകൾ. But all they're going to do is stand there and hinder you in your walk with God. അങ്ങനെയുള്ള ആളുകളുമായി യാത്ര ചെയ്താൽ ദൈവത്തോട് ചേർന്നുള്ള നിങ്ങളുടെ നടപ്പിന് അവരെല്ലാം ഇപ്പോഴും തടസ്സമായിരിക്കും. But make up your mind that it's separation time. ഇന്ന് രാത്രി Hallelujah. വേർപാടിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കുന്ന I'm leaving you behind with the donkeys, വിടേണ്ട കഴുതകളെ പുറകിൽ വിട്ടുകൊണ്ട് and I'm going yonder to worship. ഞാൻ Hallelujah. എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ പോകുമെന്ന് I പറയുവാൻ, know that God's got a blessing for me. എന്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്, I know that God's got an anointing for me. ദൈവത്തിന്റെ അനുഗ്രഹം മോറിയ മലയിൽ And പ്രാപിക്കേണ്ടതിന് I will not let anybody hinder me. Glory to God. Stay behind with the donkeys. ദൈവത്തെ Hallelujah. ആരാധിക്കുന്നതിന് തടസ്സമായി എന്റെ മുമ്പിൽ കടന്നു വരുന്ന സകലരെയും കഴുതയോടുകൂടെ നിർത്തിയിട്ട് ഞാൻ മോറിയ മലയിലേക്ക് Somebody പോകും. give God a praise right now. ഇന്ന് രാത്രി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Notice this. ഇന്ന് രാത്രി ഇത് ശ്രദ്ധിക്കുക. He turns to the servants ദാസന്മാർക്ക് നേരെ അബ്രഹാം തിരിഞ്ഞു. and says, stay behind with the donkeys. അവരോട് പറയുകയാണ്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ. But he turns to his son തന്റെ മകന് നേരെ തിരിഞ്ഞുകൊണ്ട് അബ്രഹാം പറഞ്ഞു, and says, come yonder and worship. നീ എന്നോട് കൂടെ വരിക, നമുക്ക് പോയി ആരാധിക്കാം. Let me show you something. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. Servants ദാസന്മാർ cannot become sons, ദാസന്മാർക്ക് ഒരിക്കലും പുത്രന്മാരായി തീരുവാൻ കഴിയുകയില്ല. but sons can and will be servants. മക്കൾക്ക് ദാസന്മാരായി തീരുവാൻ കഴിയും. Notice this. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. A servant will only be around as long as they're getting paid. മക്കൾ എല്ലായ്പ്പോഴും പിതാക്കന്മാരോടുകൂടെ ആയിരിക്കുന്നത് വേദനാജനകമായ അനുഭവത്തിന്റെ നടുവിലും ആണ്. As long as they're getting something out of it. As long as they're getting something out of it. അതിൽ നിന്ന് വല്ലതും ലഭിക്കുന്നത് വരെയും മക്കൾ പിതാക്കന്മാരോടുകൂടെ ആയിരിക്കും. Something that benefits them. അവരുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അവർ പ്രാപിച്ചെടുക്കും. Pastors, ദൈവത്തിന്റെ ദാസന്മാരെ, if God has given you a vision, ദൈവം നിങ്ങൾക്ക് ഒരു ദർശനം തന്നിട്ടുണ്ട്. take sons, പുത്രന്മാരെ കൂടെ കൂട്ടണം, not servants. ദാസന്മാരെ കൂടെ കൂട്ടരുത്. Because servants will only be around as long as they're getting something out of it. ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് വരെ മാത്രമേ അവർ കൂടെ നിൽക്കത്തുള്ളൂ. They'll only be around as long as you're making decisions that they like. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കുന്നത് വരെ മാത്രമേ അവർ നിങ്ങളോട് കൂടെ നിൽക്കത്തുള്ളൂ. They'll only be around as long as they're getting paid. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമായത് ലഭിക്കുന്നത് വരെ മാത്രമേ അവർ നമ്മോട് കൂടെ ആയിരിക്കുകയുള്ളൂ. But sons are totally different. എന്നാൽ പുത്രന്മാർ വ്യത്യസ്തതയുള്ളവരാണ്. Because a son will have the heart of the father. കാരണം Hallelujah. എന്തെന്ന് ചോദിച്ചാൽ ഒരു മകൻ എല്ലായ്പ്പോഴും ഒരു പിതാവിന്റെ ഹൃദയമുണ്ടായിരിക്കും. And a son will say, Daddy, ഒരു മകൻ എല്ലായ്പ്പോഴും പറയും, പിതാവേ, it doesn't make any difference if I'm getting paid or not getting paid. എന്റെ ജീവിതത്തിൽ വേദന വരുന്നുവോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. It doesn't make any difference if you make decisions that I like or do not ഞാൻ like. ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആയ തീരുമാനം നീ എടുക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. All I know is I want to be around my daddy. എനിക്ക് Hallelujah. ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, എന്റെ പിതാവിനോട് ചേർന്ന് എനിക്കായിരിക്കണം. Oh, glory to God. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Make sure you take sons with you. ഇന്ന് രാത്രി ഉറപ്പുവരുത്തുക നിങ്ങൾ പുത്രന്മാരെ കൂടെ കൂട്ടുന്നു എന്ന്. And leave the servants behind. ദാസന്മാരെ Hallelujah. പുറകിലെറിയുക. Make sure you take daughters with you. നിങ്ങൾ പുത്രിമാരെ കൂടെ കൂട്ടുന്നു എന്ന് And ഉറപ്പുവരുത്തുക. leave the servants behind. നിങ്ങൾ ദാസന്മാരെ പുറകിൽ ഉപേക്ഷിക്കുക. Because a son or a daughter just wants to be with their father. കാരണം ഒരു Hallelujah. പുത്രനും പുത്രിയും ആഗ്രഹിക്കുന്നത് എപ്പോഴും പിതാവിനോട് കൂടെ I ആയിരിക്കുവാനാണ്. won't need a position. I just want to be with my father. എന്റെ പിതാവിനോട് കൂടെ ആയിരിക്കുകയാണ് എന്റെ
എന്റെ ജീവിതത്തിൽ പ്രാധാന്യതയുള്ള I കാര്യം. don't have to sit in the best seat in the house. I just want to be with my Father. എന്റെ പിതാവിനോട് ചേർന്ന് അവനോട് കൂടെ ഇരിപ്പിടത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പുത്രന്റെ ചിന്ത. He said, I'm taking my son with me. Hallelujah. അബ്രഹാം തീരുമാനമെടുത്തു, എന്റെ മകനെ ഞാൻ എന്നോട് കൂടെ കൂട്ടും. Because my son has my heart. എന്റെ മകൻ എന്റെ ഹൃദയമുണ്ട്. My son has my vision. എന്റെ മകൻ എന്റെ ദർശനമുണ്ട്. But the rest of you have to stay behind with the donkeys. ബാക്കിയുള്ള Hallelujah. നിങ്ങളൊക്കെ അവിടെ ഇരിക്കണം കഴുതയുമായിട്ട്. I come out to tell somebody tonight ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, that is separation time. ഇന്ന് രാത്രി വേർപാടിന്റെ രാത്രിയാണ്. It's time to leave some people behind. നിങ്ങളുടെ Hallelujah. ജീവിതത്തിൽ ചിലരെ വിടേണ്ട രാത്രിയാണിത്. They've been hindering you in your walk with നിങ്ങളുടെ God. ക്രിസ്തീയ യാത്രയിൽ നിങ്ങൾക്ക് തടസ്സം They've been വരുത്തുന്നവരെ, stopping you from receiving your blessing. നിങ്ങളുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവരെ, Leave them behind. ഇന്ന് Hallelujah. രാത്രി അവരെ നിങ്ങൾ വിടുക. And I am going to yonder to worship my God. ഇന്ന് രാത്രി Hallelujah. എന്റെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഞാൻ ചുവടുകളെ വയ്ക്കുകയാണ്. He's got a blessing for me. അവന് എനിക്ക് വേണ്ടി അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. And I'm leaving them behind. ഞാൻ വിടേണ്ടതിനെ പുറകിൽ Somebody വിടുകയാണ്. give God a praise in this place രാത്രി one more ജനം time. ദൈവത്തെ സ്തുതിച്ചാട്ട്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So we talked about the sight. നാം കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിച്ചു. We talked about the separation. നാം വേർപാടിനെ കുറിച്ച് സംസാരിച്ചു. And now let's talk about the supply. ഇന്ന് രാത്രി കരുതലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് How many പറയട്ടെ. of you know that God will provide? ദൈവം കരുതുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. If we'll be faithful and have our vision renewed. നാം വിശ്വസ്തരായി നമ്മുടെ ദർശനം പുതുക്കി യാത്ര ചെയ്യുമ്പോൾ, If we'll be bold enough to engage in separation, നാം വേർപാടിന് വേണ്ടി ധീരതയോടെ തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ, then we'll experience the supply. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിപ്പാൻ നമുക്കിടയായി തീരും. So Abraham leaves the servants behind. അബ്രഹാം ദാസന്മാരെ പുറകിൽ വിടുകയാണ്. The Bible says that he took the fire and the wood in his hand, pardon, and the fire in his hand. വേദപുസ്തകം പറയുന്നത് അവന് കത്തിയും തീയും തന്റെ He took കരങ്ങളിലെടുത്തു. the knife അവൻ കത്തി തന്റെ കരത്തിലെടുത്തു. and he took his son Isaac, തന്റെ മകനായ ഇസഹാക്കിനെ താൻ കൂടെ കൂട്ടി. and they went both of them together. അവർ ഒരുമിച്ച് നടന്നു. And as they're on their way, അവർ വഴിയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ, Isaac, ഇസഹാക്ക്, who represents life, ജീവനെ പ്രതിനിധാനം ചെയ്യുന്ന ഇസഹാക്ക് turns to his father തന്റെ പിതാവിന് നേരെ തിരിഞ്ഞു. and he asks him a tough question. വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം പിതാവിനോട് ഇസഹാക്ക് ചോദിച്ചു. Can I ask you a question tonight? ഇന്ന് രാത്രി ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. Have any of us ever been confronted by life with a tough question? ജീവിതയാത്രയിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം അഭിമുഖീകരിച്ച് എത്ര പ്രിയപ്പെട്ടവർ ഈ രാത്രി ഇവിടെയുണ്ട്? You were trying to be obedient to God, നിങ്ങൾ ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കുമ്പോൾ, just like Abraham, അബ്രഹാമിനെ പോലെ doing everything you know to serve God, ദൈവത്തെ സേവിക്കുവാൻ ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോകുമ്പോൾ, just like Abraham. അബ്രഹാമിനെ പോലെ. But now life confronts you with a tough question. നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Why did I lose my job? എന്തുകൊണ്ട് എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെടണം? After God, I'm trying to serve you. ഞാൻ അനേക നാളുകളായി ദൈവമേ അങ്ങയെ സേവിച്ചിട്ടും. Why did mom or dad have to die? എന്തുകൊണ്ട് എന്റെ മാതാവ് ഇഹലോകത്തോട് വിട പറയണം? Seems as though the timing was so terrible. വളരെ വിഷമകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. Why are we being evicted? എന്തുകൊണ്ടാണ് പലപ്പോഴും നാം പലതിനും ഇരകളായി തീരുന്നത്? Why are we having to deal with this problem? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു? After all, God, I've been faithful. ഇത്രയും നാൾ വിശ്വസ്തയോടെ ദൈവമേ അങ്ങയെ ഞാൻ I സേവിച്ചിട്ടു. tried to serve you. ഞാൻ എല്ലായ്പ്പോഴും അങ്ങയെ സേവിക്കുവാൻ You പരിശ്രമിക്കുന്നു. just told me to go to Moriah, and I'm trying to be obedient to your will. നീ എന്നോട് മോറിയ മലയിലേക്ക് പോകുവാൻ പറഞ്ഞു, നിന്നെ അനുസരിച്ച് ഞാൻ യാത്ര And ചെയ്തു. now I find myself dealing with a tough question. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വലിയ വിഷമകരമായ ചോദ്യത്തെ ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുകയാണ്. Does anybody know what I'm talking about tonight? ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? And Abraham is just being obedient to God. അബ്രഹാം ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നു. And the son that he loved, who represents life, turns to him and says, ജീവനെ പ്രതിനിധാനം ചെയ്യുന്ന താൻ സ്നേഹിക്കുന്ന തന്റെ മകൻ തിരിഞ്ഞ് തന്നോട് ചോദിക്കുകയാണ്,
I see the knife and കത്തിയുണ്ട്, I see the fire. തീയുണ്ട്. But Dad, എന്നാൽ where is the lamb for the burnt യാഗത്തിനുള്ള യാഗമൃഗം എവിടെ എന്നുള്ള ചോദ്യം. Now Abraham here shows us something about the tough questions of life. ഇന്ന് രാത്രി നാം അഭിമുഖീകരിക്കുന്ന വിഷമകരമായ ചോദ്യങ്ങളുടെ ഉത്തരം അബ്രഹാം നമ്മോട് സംസാരിക്കുക. You see, there are some questions in life നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. that cannot be answered on the level of human comprehension. മാനുഷികമായ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുവാൻ കഴിയാത്ത ചോദ്യങ്ങൾ. There are tough questions that require a faith answer. ഉത്തരം പറയേണ്ടതിന് വിശ്വാസം അത്യന്താപേക്ഷിതമായ ചില ചോദ്യത്തിന്റെ അനുഭവങ്ങൾ. Hallelujah. Hallelujah. And if we're going to answer those questions, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി നാം ഉത്തരം കണ്ടെത്തുകയാണ്. we must be willing to take the leap of faith. Hallelujah. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Abraham turned to his son അബ്രഹാം തന്റെ മകന് നേരെ തിരിഞ്ഞു. and said, that's a tough question. ആ ചോദ്യത്തിന്റെ ഉത്തരം അവൻ But I'm going to പറയുകയാണ്. take the leap of faith. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി എന്റെ വിശ്വാസത്തിന്റെ ഒരു വലിയ മുന്നേറ്റം He നടത്തുകയാണ്. says, my son, എന്റെ മകനെ അവൻ പറയുകയാണ്, God will provide himself യഹോവ കരുതിക്കൊള്ളും. a lamb for the burnt offering. യഹോവ യാഗത്തിനുള്ള മൃഗത്തെ ആടിനെ കരുതിക്കൊള്ളും. Oh, hallelujah. ഹല്ലേലൂയ. Turn to somebody and tell them God will provide. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളിനോട് പറയുക, Hallelujah. യഹോവ കരുതിക്കൊള്ളും. Hallelujah. When is he going to do it, Dad? എപ്പോഴാണ് അവൻ ചെയ്യുവാൻ പോകുന്നത്? He said, I don't know, but God will provide. അവൻ മറുപടി പറയും, എനിക്കറിഞ്ഞുകൂടാ എപ്പോഴാണെന്ന്, പക്ഷേ അവൻ കരുതുമെന്ന് എനിക്കറിയാം. He said, how will he do it, Dad? അവൻ എങ്ങനെ അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, He said, I don't know. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ, He said, but God will provide. എന്നാൽ ദൈവം കരുതുമെന്ന് എനിക്കറിയാം. Where's it coming from, Dad? ഈ വിഷയത്തിന്റെ മുമ്പിൽ He said, I don't know, എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, but God will provide. ദൈവം കരുതുമെന്ന് മാത്രം എനിക്കറിയാം. How are we going to pay our bills? നമ്മുടെ ബില്ലുകൾ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് I don't know, എനിക്കറിഞ്ഞുകൂടാ, but God will provide. എന്നാൽ ദൈവം കരുതുമെന്ന് എനിക്കറിയാം. How we're going to pay the mortgage? എങ്ങനെയാണ് ഞാൻ എന്റെ കടപ്പാടുകൾ തീർക്കുന്നതെന്ന് I don't know, എനിക്കറിഞ്ഞുകൂടാ, but God will എന്നാൽ provide. ദൈവം കരുതും. How's he going to heal my body? എന്റെ ശരീരത്തിന് എങ്ങനെ സൗഖ്യം പ്രാപിക്കുമെന്ന് I don't know, എനിക്കറിഞ്ഞുകൂടാ, but God will provide. എന്നാൽ ദൈവം കരുതും. How's he going to save my family? എന്റെ കുടുംബത്തെ ദൈവം എങ്ങനെ I don't രക്ഷിക്കുമെന്ന് know, എനിക്കറിഞ്ഞുകൂടാ, but God will provide. എന്നാൽ Hallelujah. ദൈവം കരുതും. Oh, somebody give him praise right now. ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Glory, 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 glory. Oh. God will provide. ദൈവം Hallelujah. കരുതുന്ന ദൈവമാണ്. He is able to make a way for you ഇന്ന് രാത്രി വഴി തുറക്കുവാൻ അവൻ if you'll വിശ്വസ്തനാണ്. just trust him, ഇന്ന് രാത്രി അവനിൽ ആശ്രയിക്കുക. if you'll be obedient to him. ഇന്ന് രാത്രി അവനെ അനുസരിക്കുക. God will provide. ദൈവം Hallelujah. കരുതുന്ന ദൈവമാണ്. Glory to God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So the Bible says വേദപുസ്തകം പറയുന്നു, that Abraham took his son അബ്രഹാം തന്റെ മകനെയും കൊണ്ട് and they came to the place of which God had told him. ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്ത് വന്നു. He built the altar there. അവൻ അവിടെ യാഗപീഠം He പണിതു. took Isaac his son. ഇസഹാക്കിനെ അവൻ എടുത്തു. He bound him hand and feet കൈയും കാലും കെട്ടി in obedience to God. ദൈവത്തോടുള്ള He അനുസരണത്തിൽ took the knife in his hand കത്തി തന്റെ കരങ്ങളിൽ എടുത്തു. and he went to slay his son. തന്റെ മകനെ അറുക്കേണ്ടതിനായിട്ട് But all of a sudden, പൊടുന്നനവേ an angel out of heaven spoke ദൈവത്തിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് and said, സംസാരിച്ചു. Abraham, Abraham. അബ്രഹാമേ, അബ്രഹാമേ. Wait a minute. ഒരു നിമിഷം. Notice he called him twice. രണ്ട് പ്രാവശ്യം വിളിക്കുന്ന ശബ്ദം. That in the scriptures called the double declaration. ഇവിടെ ഇരട്ട പ്രസ്താവനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. It's covenant language. ഇത് ഈ ഇരട്ട പ്രസ്താവന എന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്നതിന്റെ ശബ്ദമാണ്. Listen. ശ്രദ്ധിക്കുക. Many times in scripture, വേദപുസ്തകത്തിൽ പലയിടത്തും പലപ്പോഴും when God was about to establish or re-establish a covenant with somebody, ദൈവം ചിലരുമായിട്ട് നിയമം ചെയ്യുമ്പോഴും നിയമം പുതുക്കുമ്പോഴും he wouldn't just call them once, അവരെ ഒരു പ്രാവശ്യം മാത്രം വിളിക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. but he called them twice. ഒരു പ്രാവശ്യം അല്ല വിളിച്ചത്, രണ്ട് പ്രാവശ്യം അവരെ വിളിച്ചിട്ടുണ്ട്.
Can you see Moses മോശയെ നമുക്ക് കാണുവാൻ കഴിയും. standing by that burning bush that ആ burned and was not കത്തിയെരിയുന്ന consumed? മുൾപ്പടർപ്പിന്റെ മുന്നിൽ താനായിരിക്കുമ്പോൾ, He stood by the bush, ആ മുൾപ്പടർപ്പിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, and a voice spoke out of the bush അവനോട് ആ മുൾപ്പടർപ്പിൽ നിന്നൊരു ശബ്ദമുയർന്നു. and said, Moses, Moses, മോശയെ ദൈവം വിളിക്കുന്നത് മോശേ മോശേ എന്നാണ്. take off your shoes, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയുക. for the ground in which you're standing is നീ holy നിൽക്കുന്ന ground. സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ. Hallelujah. ഹല്ലേലൂയ. Can you see Jesus talking to Nicodemus യേശു പലപ്പോഴും സംസാരിക്കുന്ന നിക്കോദിമോസിനോട് സംസാരിക്കുന്നത് നമുക്കറിയാം. about being born again? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. And he said, verily, verily, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. I say unto you, ഞാൻ നിന്നോട് പറയുന്നു, you must be born again. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ. Hallelujah. ഹല്ലേലൂയ. Can you see Saul of Tarsus ഇങ്ങനെ ശൗലിനെ കർത്താവ് സന്ദർശിക്കുമ്പോൾ, as he's going down the road to Damascus, അവൻ breathing out threats ദമസ്കോസിന്റെ against, പടിവാതിലേക്ക് യാത്ര ചെയ്ത് അടുക്കുമ്പോൾ, he is breathing out threats against the church. ദൈവസഭയ്ക്കെതിരായിട്ട് ഭീഷണി മുഴക്കിക്കൊണ്ട് അവൻ മുന്നേറുമ്പോൾ, When all of a sudden a light shone from heaven, പൊടുന്നനവെ ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. knocked Saul off of his horse, അവൻ അവന്റെ കുതിരയുടെ പുറത്തു നിന്ന് താഴെ വീണു. and a voice spoke ഒരു ശബ്ദം അവനോട് and സംസാരിച്ചു. said, Saul, Saul, അവിടെ അവനെ വിളിക്കുന്നത് ശൗലേ ശൗലേ എന്നാണ്. why are you persecuting me? എന്തുകൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നു? So now God is about to reestablish the promise of his covenant with Abraham. അവൻ അബ്രഹാമുമായിട്ട് ദൈവം ചെയ്ത ആ ഉടമ്പടി നിയമം അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ദൈവം അത് പുതുക്കുകയാണ്, പുനർനിയമിക്കുകയാണ്. So he didn't just call him once, അബ്രഹാമിനെ ഒരു പ്രാവശ്യം മാത്രമല്ല but he ദൈവം called വിളിച്ചത്. him twice അബ്രഹാമിനെ ദൈവം രണ്ട് പ്രാവശ്യം and വിളിച്ചു. said, Abraham, Abraham. അബ്രഹാമേ അബ്രഹാമേ. Oh, somebody in the house, you got a covenant with God. ഇന്ന് രാത്രി ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ദൈവത്തിന്റെ സഭയിലായിരിക്കുന്ന ദൈവമക്കളെ, And it seemed like it hasn't happened yet. നിങ്ങളുടെ ജീവിതത്തിൽ പലതും ഇതുവരെ സംഭവിക്കാത്തതായി അവശേഷിക്കുമ്പോൾ, And you've been in the waiting room. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്നവരായിട്ട് ഇരിക്കുകയാണ്. And it seems as though God has forgotten his covenant. ദൈവം തന്റെ നിയമത്തെ മറന്നു കളഞ്ഞുവോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. I believe that God wants to call you twice tonight. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ മറന്നിട്ടില്ല എന്ന് എനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്. Oh, glory to God. ഹല്ലേലൂയ. He wants to remind you of the promise. ഇന്ന് രാത്രി നമുക്കുള്ള വാഗ്ദത്തങ്ങളെ അവൻ ഓർപ്പിച്ചുണർത്തുകയാണ്. And he wants to call you twice. ഇന്ന് രാത്രി നമ്മുടെ സ്ഥലത്തേക്ക് അവൻ നമ്മെ വിളിക്കുകയാണ്. As a matter of fact, tonight, ഇന്ന് രാത്രി സത്യമായ ഒരു വസ്തുത, if you know the person that's sitting next to you, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനെ and നിങ്ങൾക്കറിയാമെങ്കിൽ, you know their name, അവരുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ, as a representative of God, hallelujah, ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് just turn to him and call their name twice. നിങ്ങളുടെ Glory ഒരു to പേര് God. നിങ്ങൾ രണ്ട് പ്രാവശ്യം വിളിക്കുക. Hallelujah. നിങ്ങളെ അടുത്തിരിക്കുന്ന Hallelujah. ആളിന്റെ പേര് രണ്ട് പ്രാവശ്യം നിങ്ങൾ Hallelujah. ഉച്ചരിക്കുക. Glory to God. Just call him Hallelujah. twice. രണ്ട് call പ്രാവശ്യം him അവരുടെ പേര് twice. ഉച്ചരിക്കുക. Just call him twice. രണ്ട് പ്രാവശ്യം അവരുടെ പേര് വിളിക്കുക. Let him know that God's not forgotten the promise. ഇന്ന് Hallelujah. രാത്രി വാഗ്ദത്തങ്ങളെ ദൈവം ഉറപ്പിക്കുന്ന Let രാത്രിയാണ്. him know that God is still on the throne. ഇന്ന് Hallelujah. രാത്രി ദൈവ സിംഹാസനത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. Let him know the covenant is being renewed. ഇന്ന് രാത്രി Hallelujah. ഒരിക്കൽ കൂടെ ദൈവം ഉടമ്പടിയെ പുതുക്കുകയാണ്. I believe that God wants to call somebody's name twice tonight. ഇന്ന് രാത്രി Hallelujah. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പേര് ദൈവം രണ്ടാമതും വിളിക്കുന്ന രാത്രിയാണ്. Somebody give him praise right ഇന്ന് now. രാത്രി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. He's calling you twice. ഇന്ന് രാത്രി നിന്നെ രണ്ടാമതും ദൈവം വിളിക്കുകയാണ്. He says, Abraham, Abraham, അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചു. to thyself, thy son, no harm. നിന്റെ മകനെ നീ തരുവാൻ മടിക്കായി. For now I know that you fear God, നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയും. seeing that thou hast not withheld thine only son from me. നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരുവാൻ മടിക്കായി. And the Bible says, behold, Abraham looked up. അവിടെയും നാം വചനത്തിൽ വായിക്കുന്നത് അബ്രഹാം തല ഉയർത്തി നോക്കി. There it is again. അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു. Turn to somebody and tell them, look up, look up. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനോട് പറയുക തല ഉയർത്തി നോക്കുവാൻ. Hallelujah. ഹല്ലേലൂയ. And the Bible says he saw a ram വേദപുസ്തകം പറയുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കോലാട്ടുകൊറ്റനെ അവൻ കണ്ടു. caught in the thicket by his horns. മുള്ളുകൾക്കിടയിൽ കുരുങ്ങി കിടക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ. And he took the ram അവൻ ആ കോലാട്ടുകൊറ്റനെ എടുത്തു. and offered him in the stead of his son. തന്റെ മകനായ ഇസഹാക്കിന് പകരമായി യാഗം And he കഴിച്ചു. called the name of that place Jehovah Jireh, ആ സ്ഥലത്തിന് അവൻ ഒരു പേര് വിളിച്ചു, യഹോവ which യിരേ. means the Lord shall provide. അതിന്റെ Hallelujah. അർത്ഥമെന്തെന്ന് ചോദിച്ചാൽ യഹോവ കരുതിക്കൊള്ളൂ. Somebody give God praise right now. ഇന്ന് രാത്രി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. Now wait a minute.
ഒരു നിമിഷം ശ്രദ്ധിക്കുക. I'm about to finish, but let me just share with you a few things. ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചുരുക്കം കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. Because there are some special things about this particular provision. ഈ പ്രത്യേക ദൈവികമായ കരുതലിനെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. Let me share with you this. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. First of all, ഒന്നാമതായിട്ട് Abraham was expecting a lamb. അബ്രഹാം ഒരു കോലാട്ടുകൊറ്റനെയാണ് ഒരു കുഞ്ഞാടിനെയാണ് പ്രതീക്ഷിച്ചത്. But God sent a ram. എന്നാൽ ദൈവം അവിടെ ഒരു കോലാട്ടുകൊറ്റനെയാണ് കൊടുക്കുന്നത്. Amen. Hallelujah. Amen. Let me suggest to you ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, that some of the prayers that we have been praying നാം കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിച്ചു വരുന്ന പല പ്രാർത്ഥനകളും have already been answered. അതിനൊക്കെ ദൈവം ഉത്തരം നൽകി കഴിഞ്ഞു. Amen. Hallelujah. The problem പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ is that we're looking for a lamb, നമ്മൾ പലപ്പോഴും ഒരു കുഞ്ഞാടിന് വേണ്ടി നോക്കുകയാണ്. but God sent a ram. എന്നാൽ ദൈവം ഒരു കോലാടിനെ മുന്നമേ കരുതിയിരിക്കുകയാണ്. Some of us want God to bless us, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ and ആഗ്രഹിക്കുന്നു. we're trying to tell God how to do it. ദൈവം എങ്ങനെ ചെയ്യണമെന്ന് പലപ്പോഴും നാം ദൈവത്തോട് പറയുകയാണ്. But God says, I'm your heavenly Father, എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്വർഗീയ and I പിതാവാണ്. know what you need best. നിങ്ങൾക്ക് Hallelujah. ആവശ്യമായത് ഏറ്റവും നല്ലതെന്തെന്ന് ഞാൻ അറിയുന്ന ദൈവമാണ്. And although you're asking for a lamb, നീ ഒരു കുഞ്ഞാടിനെയാണ് ചോദിക്കുന്നതെങ്കിൽ I'm going to show you how wise I am. I'm going to send you a ram. ഞാൻ എങ്ങനെയുള്ളവനെന്ന് നീ അറിയേണ്ടതിന് നിനക്കൊരു കോലാടിനെ അയച്ചു തരുന്നവനാണ് ഞാൻ. That's why we need to say, God, you have your way. ഇന്ന് Hallelujah. രാത്രി നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ നിനക്ക് നിന്റെ വഴികളുണ്ട്. You bless me how you choose to bless me, നീ എന്നെ അനുഗ്രഹിക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ because I trust that you know what's best for me. നീ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ അറിയുന്നു. But let me show you something else. ഇന്ന് രാത്രി ഞാൻ മറ്റൊരു കാര്യം Not പറയട്ടെ. only did Abraham ask for a lamb, but God sent a ram. അബ്രഹാം കുഞ്ഞാടിനെ ആഗ്രഹിച്ചു, എന്നാൽ ഒരു കോലാടിനെ ദൈവം കൊടുത്തു. But let me show you something else about ഇന്ന് the രാത്രി promise. മറ്റ് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. Bishop, stand up there and help me preach there. Just come right there, right there. Stop right there. No, go back down. Go back down. Stop right there. Okay. Let me show you this. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക. You can be Abraham, നിങ്ങൾക്ക് ഏബ്രഹാം ആകുവാൻ കഴിയും. and I'll be the ram. ഞാൻ ഇവിടെ കോലാടാകുകയാണ്. Y'all got that? നിങ്ങൾ ശ്രദ്ധിക്കുക. Okay. God tells Abraham to meet him at Mount Moriah. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു മോറിയ പർവ്വതത്തിൽ ദൈവവുമായിട്ട് ബന്ധത്തിൽ കടന്നു വരുവാൻ. Abraham has no idea what God is telling him to do and what God has planned. അബ്രഹാമിനോട് ദൈവം ചെയ്യുവാൻ പറയുന്നത് എന്തെന്ന് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്തെന്നുള്ള വ്യക്തമായ ഒരു അറിവ് തനിക്കില്ല. All he knows is that God told him to meet him at Mount Moriah. തനിക്കറിയാവുന്ന ഏക കാര്യമെന്ന് പറയുന്നത് മോറിയ പർവ്വതത്തിൽ വന്ന് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനാണ്. So what Abraham must do is be obedient to that which God has revealed to him. അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനോട് അനുസരണം കാണിക്കുക എന്നുള്ളതാണ് അബ്രഹാമിന്റെ ദൗത്യം. And climb the mountain like God told him. ദൈവം അവനോട് പറഞ്ഞതുപോലെ പർവ്വതം കയറുക. So Abraham is just being obedient. അബ്രഹാം ദൈവത്തോട് And അനുസരണമുള്ളവനായി he's climbing the mountain. അവൻ പർവ്വതം കയറി. He's just paying his tithe. അവന്റെ ആ സ്ഥലം കണ്ടു. And he's climbing the mountain. അവൻ പർവ്വതം കയറി. He's just doing what God told him to do. ദൈവം ചെയ്യുവാൻ പറഞ്ഞത് അവൻ ചെയ്തു. And he's climbing the mountain. അവൻ പർവ്വതം കയറി. He's just loving people like God told him. അബ്രഹാം അവനോട് പറഞ്ഞതുപോലെ And he's climbing the mountain. അവൻ പർവ്വതം കയറി. But little did Abraham realize അബ്രഹാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി. that because of his obedience, അവന്റെ അനുസരണ നിമിത്തം that while he was climbing up his side of the mountain, അവൻ പർവ്വതത്തിന്റെ ഒരു വശത്തുകൂടെ മുകളിലേക്ക് കയറുമ്പോൾ God was sending the provision up the other side of the ദൈവം mountain. അവന് വേണ്ടിയുള്ള കരുതലുകൾ മറുവശത്തുകൂടെ മുകളിലേക്ക് Oh, അയക്കുകയായിരുന്നു. glory to God. Hallelujah. And he was on a collision course അവൻ ദൈവം പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ with his provision അവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകൾ because of his obedience. അവന്റെ അനുസരണ നിമിത്തമായിട്ട് Can I tell you tonight ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, that if you'll be obedient to God, നിങ്ങൾ ദൈവത്തോട് അനുസരണമുള്ളവരെങ്കിൽ you won't have to look for the provision. ദൈവത്തിന്റെ കരുതലുകൾക്കായി നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. The provision will look for you. ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങളെ നോക്കിയിരിക്കും. Oh,
glory to God. Hallelujah. Oh, hallelujah. Hallelujah. You won't have to look for money. നിങ്ങൾ പണത്തിന് വേണ്ടി നോക്കിയിരിക്കേണ്ട. Money will look for you. പണം നിങ്ങളെ നോക്കിയിരിക്കും. You won't have to look for blessings. നിങ്ങൾ അനുഗ്രഹങ്ങളെ കാത്തിരിക്കേണ്ട. Your blessings will look for you. Hallelujah. അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. If you'll just be obedient to the will of Almighty God. നിങ്ങൾ ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കുക. Somebody give God a praise right ജനം now. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Oh my Hallelujah. God, have mercy. Amen. Hallelujah. Deuteronomy chapter 28 ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. says, if you shall hearken diligently unto the voice of the Lord your God, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ and കേട്ടനുസരിക്കുമെങ്കിൽ, do all that he has commanded us. അവൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുമെങ്കിൽ, He said, all of these blessings shall come on ഈ thee അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കും. and shall overtake thee. ഈ Hallelujah. അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ പകരപ്പെടും. I looked up that word overtake. മറികടക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ And മനസ്സിലാക്കുക. the word overtake means to seize. മറികടക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ കൂട്ടിമുട്ടുക It എന്നുള്ളതാണ്. means to possess. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നിറയപ്പെടുക It എന്നുള്ളതാണ്. means to tackle. അതിന്റെ Hallelujah. അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കപ്പെടുക എന്നുള്ളതാണ്. So the writer says, if you'll be obedient, ഇന്ന് രാത്രി ദൈവത്തോട് നാം അനുസരണമുള്ളവരെങ്കിൽ the blessings of God will tackle you. ദൈവത്തിന്റെ Hallelujah. അനുഗ്രഹങ്ങൾ നിങ്ങളിൽ നിറയപ്പെടുവാനിടയായി തീരും. God sent me by to tell somebody right now അടുത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയുക, that because of your obedience, നിങ്ങളുടെ അനുസരണ നിമിത്തമായി you're about to be tackled by the blessings of God. അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ പോകുകയാണ്. Oh, because of your giving, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ട് you're about to be tackled by the blessings of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുവാൻ Pressed പോകുകയാണ്. down, ദൈവത്തെ സ്തുതിക്കുക. shaken together, ഒരുമിച്ച് ദൈവത്തെ and സ്തുതിക്കുക. running over. നിങ്ങൾ നിറഞ്ഞു കവിയുന്ന Get അനുഭവത്തിലേക്ക് ready. ഇന്ന് Hallelujah. രാത്രി ഒരുക്കപ്പെടുക. You're about to be tackled by the blessings of ഇന്ന് രാത്രി God. ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയപ്പെടേണ്ടതിന് Oh, give him a praise in this house right ജനം ഇന്ന് now. രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. ഹല്ലേലൂയ. But let me tell you something else. ഇന്ന് രാത്രി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Not only did Abraham ask for a lamb and God sent a ram. അബ്രഹാം ഒരു കുഞ്ഞാടിനെ ചോദിച്ചു, ദൈവം ഒരു കോലാടിനെ കൊടുത്തു എന്നുള്ളത് Not മാത്രമല്ല. only did God make the provision by sending the ram up the side of the mountain while Abraham was coming up his side of the mountain. അബ്രഹാം മലയുടെ ഒരു വശത്തുകൂടെ മുകളിലേക്ക് കയറുമ്പോൾ അവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ മലയുടെ മറുവശത്തുകൂടെ ദൈവം മുകളിലേക്ക് കയറ്റി എന്നുള്ളത് മാത്രമല്ല. But the third thing, മൂന്നാമത്തെ കാര്യം as I found out ഞാൻ കണ്ടെത്തിയത് in the encyclopedia research, അവന് ഒരു വലിയ നിരീക്ഷണം അവിടെ നടത്തി. that rams don't normally climb this high. സാധാരണ ഇത്തരത്തിലുള്ള ഉയർച്ചകളിലേക്ക് കോലാടുകൾ കയറാറില്ല. So therefore, this was not a natural provision. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായ ഒരു കരുതലല്ല മോറിയ മലയുടെ മുകളിൽ വെളിപ്പെട്ടത്. So if it wasn't a natural provision, അതൊരു സാധാരണ കരുതലായിരുന്നുവെങ്കിൽ it must have been a supernatural provision. അതൊരു സാധാരണ Oh, കരുതലല്ലായിരുന്നു. glory to God. അസാധാരണമായ ഒരു ദൈവിക കരുതലായിരുന്നു അത്. I come out to tell somebody that because of your obedience, ഇന്ന് രാത്രി ചിലരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവത്തോട് അനുസരണം that you're കാണിക്കുന്നത് about to be നിമിത്തം blessed with a supernatural provision. Hallelujah. അസാധാരണമായ ഒരു സ്വർഗീയ കരുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ People are പോകുകയാണ്. going to wonder how you got blessed like you got blessed. ഇന്ന് രാത്രി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിപ്പാൻ And പോകുകയാണ്. you're going to say it was supernatural. Hallelujah. അബ്രഹാമിന് അസാധാരണമായ സ്വർഗീയ അനുഗ്രഹം ലഭിച്ചതുപോലെ To God be the glory. ഇന്ന് Hallelujah. രാത്രി മഹത്വം ദൈവത്തിന്. Oh, somebody praise him for your provision right ദൈവം now. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതലുകൾക്കായി ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചോട്ട്. And then the last thing about this provision ഈ കരുതലിനെ സംബന്ധിക്കുന്ന അവസാനത്തെ കാര്യം is this. ഇതാണ്. I believe that what happened, അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. and I said that while Abraham was coming up one side of the mountain, the ram was coming up the other side. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോലെ അബ്രഹാം ഒരു വശത്തുകൂടെ കയറുമ്പോൾ മറുവശത്തുകൂടെ ആ കോലാട് മലമുകളിലേക്ക് കയറി. Abraham has to stop to counsel his son.
അബ്രഹാം ഒരു സ്ഥാനത്ത് തന്റെ മകനെ യാഗം കഴിക്കേണ്ടതിന് വേണ്ടി നിൽക്കേണ്ടി വന്നു. So I believe that the ram got to the mountain first. അബ്രഹാം, ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, ആ മലയുടെ മുകളിൽ ആദ്യം എത്തിച്ചേർന്നത് ആ കോലാടാണെന്നാണ്. ആമേൻ. So the ram is just up there doing whatever it is rams do, you know. ഇവിടെ കോലാട് മലമുകളിലേക്ക് കയറുന്ന പ്രത്യേക അനുഭവം. And the devil saw what God was about to do. ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പിശാച് കണ്ടു കഴിഞ്ഞപ്പോൾ, and saw that the ram was God's provision. ആ കോലാടിനെ ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, so he tried to step in and interfere with God's provision. ദൈവത്തിന്റെ ആ കരുതലിനിടയിൽ കയറി അതിനെ തടയുവാൻ പിശാച് ശ്രമിക്കുക. So he said, "Hey Mr. Ram, പിശാച് ആ കോലാടിനോട് പറഞ്ഞു, കോലാടേ, what are you doing up here? നീ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? You know you're not supposed to be up here. നിനക്കറിയാവല്ലോ, നീ ഈ മല ഇങ്ങനെ കയറേണ്ട കാര്യമില്ല. The air is too thin up here." നിനക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. So the ram started to listen, you know. ആ കോലാട് പിശാച് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. The devil said, "Hey, why don't you get back down that mountain?" നീ പർവ്വതത്തിൽ നിറങ്ങി പോവുക. And that ram started to leave. ആ കോലാട് പിശാചിന്റെ വാക്ക് കേട്ട് താഴേക്ക് ഇറങ്ങി പോകുവാൻ But തുടങ്ങുമ്പോൾ, then God stepped in. ആ വിഷയത്തിൽ ദൈവം കയറി ഇടപെടുകയാണ്. Amen. And I don't know if God put the smell of ram's food over in the thicket. ആ മുൾപടർപ്പുകൾക്കിടയിൽ ഈ കോലാടിന്റെ കാലുകൾ ദൈവം കുരുക്കുകയാണ്. But that old ram wandered by the thicket. ആ മുള്ളുകൾക്കിടയിൽ കോലാട് കടന്നു ചെന്നിട്ട്, and this is why God had to send a ram and not a lamb. ഈ കാരണം കൊണ്ടാണ് ദൈവം കുഞ്ഞാടിനെ അയക്കാതെ കോലാടിനെ മുന്നമേ അയച്ചത്. ആമേൻ. Lambs don't have horns. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞാടുകൾക്ക് കൊമ്പില്ല. So that old ram stuck his head over in the thicket. കോലാട് അതിന്റെ കൊമ്പാണ് ആ മുൾപടർപ്പിൽ കുരുങ്ങി കിടക്കുന്നത് നമ്മൾ കാണുന്നത്. And one of the horns got caught up in the thicket. ആ കോലാടിന്റെ കൊമ്പ് അവിടെ മുള്ളുകളിൽ കുരുങ്ങി കിടക്കുകയാണ്. The provision wanted to leave. ആ ദൈവത്തിന്റെ കരുതൽ അവിടെ നിന്ന് കടന്നു പോകുവാൻ ആഗ്രഹിച്ചു. But it couldn't leave. എന്നാൽ അതിന് കടന്നു പോകുവാൻ കഴിയാതെ, because God tied up the provision. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ കരുതലിന് ദൈവം അവിടെ കുരുക്കിയിടുകയാണ്. Until Abraham got up the mountain. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ കരുതൽ. Hallelujah. Hallelujah. I come out to tell somebody tonight. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളിനോട് പറയുക, you don't have to worry about the devil stealing your provision. പിശാച് നിന്റെ നന്മകൾക്കെതിരായി ഒരുക്കുന്ന തന്ത്രങ്ങളെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. God's got it all tied up. Hallelujah. ദൈവം നിന്റെ നന്മകളെ അവിടെ കുരുക്കിയിട്ടിരിക്കുകയാണ്. If you just get up the mountain. ഇന്ന് രാത്രി നീ പർവ്വതം കയറുക. God's got it all tied up. ദൈവം അതിനെ അവിടെ കുരുക്കിയിട്ടിരിക്കുകയാണ്. Your blessing നിങ്ങളുടെ അനുഗ്രഹങ്ങൾ is all tied up. അതിനെ ദൈവം കെട്ടിയിട്ടിരിക്കുകയാണ്. Your miracle നിങ്ങളുടെ അത്ഭുതങ്ങൾ is all tied up. ദൈവം അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. Your healing നിങ്ങളുടെ സൗഖ്യം is all tied up. ദൈവം അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. Your promotion നിങ്ങളുടെ പ്രമോഷനുകൾ is all tied up. ദൈവം അതിനെ Give him കെട്ടിയിട്ടിരിക്കുകയാണ്. praise right now. Because it's ദൈവം all tied up. അതിനെ Everybody stand to your feet right now. Give God praise all over this house. Hallelujah. Come on, come on, come on. Give him praise. Give him praise for your tied up blessing. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന Give him അനുഗ്രഹങ്ങളെ glory. അവകാശമാക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ Give him പോകുകയാണ്. glory because it's all tied up. ദൈവം നമുക്ക് വേണ്ടി Hallelujah. Come on, കുരുക്കിയിട്ടിരിക്കുന്ന church. അനുഗ്രഹങ്ങൾക്കായി ജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Give him praise right now. ഇന്ന് രാത്രി ജനം ദൈവത്തെ Hallelujah. സ്തുതിക്കട്ടെ. Hallelujah. 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 Your blessing നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, and your provision നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ is all tied up. ദൈവം അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. The Bible says വേദപുസ്തകം പറയുന്നു, he called the name of the place ആ സ്ഥലത്തിന് Jehovah Jireh, യഹോവ ഇരേ എന്ന് പേര് വിളിച്ചു. which means the Lord അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ has provided. യഹോവ കരുതിക്കൊള്ളും. Hallelujah. ഹല്ലേലൂയ. Somebody tonight, ഇന്ന് രാത്രി ഇവിടെ God is calling you to climb your mountain. ദൈവം നിങ്ങളുടെ പർവ്വതം വിശ്വാസത്തോടെ He കയറുവാൻ wants നിങ്ങളെ to get you, വിളിക്കുകയാണ്. he needs to get you to the proper place. ദൈവം നിങ്ങളെ കുറിച്ച് നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് രാത്രി നടക്കുകയാണ്.
so that he can bless you tonight. അവിടെയാണ് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നത്. Before you get there, നിങ്ങൾ അവിടെ എത്തേണ്ടതിനു വേണ്ടി you got to go through the sight. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. You got to go through the separation. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടാകണം. And then you'll have the supply. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുസരണമുള്ളവരാകും. Lift your hands all over this house right now. ഇന്ന് രാത്രി നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ദൈവത്തിൽ ഉയർത്തുമോ. Father, we bless you tonight. Hallelujah. പിതാവേ, ഇന്ന് രാത്രി ഈ ജനത്തെ അനുഗ്രഹിക്കണം. Thank you for your word. നിന്റെ വചനത്തിനായി സ്തോത്രം. Thank you for this mountain called Mount Moriah. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന മോറിയ പർവ്വതത്തിന്റെ അനുഭവത്തിനായി സ്തോത്രം. We lift our hands to you right now, God. ഇന്ന് രാത്രി നിങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കൈകളെ ഉയർത്തുന്നു. Because we realize you've given us a vision. ഇന്ന് രാത്രി അങ്ങേക്ക് മുമ്പിൽ ഞങ്ങളെ അർപ്പണം ചെയ്യുന്നു. We may not have all the details. ഞങ്ങൾക്ക് ഒരുപക്ഷേ വിശദ വിവരങ്ങളെല്ലാം അറിയില്ലായിരിക്കും. But give us faith tonight. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിശ്വാസം തരണമേ. To be obedient to that which you have already showed us. അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നതിനെയൊക്കെയും അനുസരിപ്പാൻ. Renew somebody's vision tonight. ഇന്ന് രാത്രി ഇവിടെയുള്ള ജീവിതങ്ങളുടെ ദർശനത്തെ പുതുക്കണമേ. Bless them in a great way. ഇന്ന് രാത്രി വലിയവ ചെയ്യണമേ. Father, പിതാവേ, somebody is at the place of separation. ഇന്ന് രാത്രി വേർപാടിന്റെ അനുഭവത്തിലേക്ക് ചിലരെ നടത്തണമേ. They need to make decisions. ചില തീരുമാനങ്ങൾ ഇന്ന് രാത്രി ജീവിതത്തിൽ എടുക്കുവാൻ. Give them strength tonight. അവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കണം. To leave them behind. ചിലതിനെ പുറകിൽ വിടുവാൻ. That we might go yonder and worship. അവർ മുന്നോട്ടേകരായി കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ. Thank you for your provision, God. കർത്താവേ, നിന്റെ കരുതലുകൾക്കായി സ്തോത്രം. As we walk in obedience right now, ഞങ്ങൾ നിന്നെ അനുസരിച്ച് ഞങ്ങളുടെ ചുവടുകളെ വെക്കുന്നു. we thank you for supernatural provision. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അസാധാരണമായ കരുതലുകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ കർത്താവേ അങ്ങയുടെ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അടി വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി കർത്താവേ ഞങ്ങൾക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ അങ്ങയുടെ ദാസന്മാരെ ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് അയച്ചതോർത്ത് അടിയങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് എത്ര നല്ലവൻ ഒരിക്കൽ കൂടെ രുചിച്ചറിയുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നുവല്ലോ. ഇന്ന് രാത്രി അങ്ങ് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി അടിയങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അങ്ങ് അഴിച്ചു വിട്ടാൽ ആർക്കും അതിനെ തടയുവാൻ കഴിയുകയില്ലല്ലോ. അടിയങ്ങൾക്കെതിരായി കെട്ടിയിരിക്കുന്ന കെട്ടുകളെ സ്വർഗം അഴിക്കുന്ന കൃപയ്ക്കായി അതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥന കേട്ട കർത്താവിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ.